ചളി ഉണ്ടാവും നോക്കണേ. ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയോ? ചൗചൗ തോട്ടത്തിലാണ്. ചൗചൗ പന്തലിൻ്റെ ഉള്ളിൽ. ഇതെൻ്റെ സ്വന്തം നാട്ടിലാണ്. ഏകദേശം 1 ഏക്കറോളമുള്ള ചൗചൗ തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ രാവിലെയാണ്. നല്ല മഞ്ഞുള്ളതുകൊണ്ട് സ്വെറ്ററൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ആൾ നമ്മുടെ നാരായണേട്ടനാണ് കേട്ടോ. ഈ ചൗചൗവിനെ കുറിച്ച് നാരായണേട്ടന് എന്തൊക്കെ അറിയാൻ നമുക്ക് ചോദിച്ചു നോക്കാം. നാരായണേട്ടൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നാരായണേട്ടൻ തന്നെ പറയട്ടെ. ചൗചൗ എന്തിനാ അത് സാധാരണ കൊണ്ടുപോകുന്നത്? ഗൂഡല്ലൂർക്കാണ്, അല്ല മൈസൂർക്കാണ് കേട്ടുന്നത്. മൈസൂർ, മേട്ടുപ്പാളയം, ബാംഗ്ലൂര് മാർക്കറ്റാണ്. ഇത് സാമ്പാർ, പിന്നെ എന്താ പേഴ്ഷ്യലിനോ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതെല്ലേ. ഇത് നമുക്കിതിപ്പോ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ മൊത്തം എത്ര മുതൽ മുടക്ക് ഉണ്ടാവും? എനിക്ക് ഫസ്റ്റില് 3 ലക്ഷം രൂപ ആണല്ലേ. ഇത് എത്ര ഏക്കറിന്? 1 ഏക്കറില്. 1 ഏക്കറിന് 3 ലക്ഷം രൂപയുടെ മേലെ ഈ ഒരു പന്തല് കെട്ടാനും വിത്ത്, പോസ്റ്റ്, പിന്നെ സ്പ്രിംഗ്ലർ, ഇതിനെല്ലാം കൂടി അതുപോലത്തെയാണ് പറിക്കില്ലേ? അങ്ങനെ ഉരുണ്ടിരിക്കണേ. അതാണ് മൂപ്പെത്താൻ എത്ര ദിവസം എടുക്കും? ഇത് ആഴ്ചക്ക് എടുക്കാം. ആണല്ലേ. അപ്പൊ ആഴ്ചക്ക് 5 ദിവസം. ഇത് വലുത് ഇങ്ങനത്തെ കായ് പറിച്ചു പോകും. അപ്പൊ അടുത്ത ആഴ്ചക്ക് ഇത് ആവും. ഓക്കെ. ഇതിപ്പോ നട്ട് കഴിഞ്ഞാൽ എത്ര മാസം? 3 മാസം കൊണ്ട് വിളവെടുക്കും. ആണല്ലേ. ഇങ്ങനത്തെ ഇലയൊക്കെ നുള്ളി കൊടുക്കും. കായ് പുറത്തേക്ക് ഇറങ്ങാനും. കോഴിവളം തന്നെ അധികം അല്ലേ? കോഴിവളം, പിന്നെ കുറേശ്ശെ രാസവളം. പിന്നെ മരുന്ന് പറഞ്ഞ സാധനം അടിക്കൂല. ഇല്ല അല്ലേ. ഇപ്പൊ 6 റുപ്യോ കുറഞ്ഞു അല്ലേ? എന്നപ്പോഴും നല്ല കൂടിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ചൂടാവണം. ചൂട് കാലത്താണ് വില കിട്ടുക. നാട്ടിലെത്തിയാൽ എത്ര മഞ്ഞാണെങ്കിലും രാവിലെ എഴുന്നേറ്റുള്ള നടത്തം പതിവാണ്. അങ്ങനെ നടന്ന് ചെറുകുന്ന് വയൽ വരയ്ക്കും എത്തി. കാര്യം നമ്മുടെ സ്വന്തം വയലാണ്. പക്ഷെ കുറേ കാലമായി അവിടെ കൃഷി ചെയ്യുന്നത് നാരായണേട്ടനാണ്. വർഷങ്ങളായിട്ട് വാഴ തന്നെയാണ് ഈ വയലിൽ കൃഷി ചെയ്തിരുന്നത്. പക്ഷെ ഇത്തവണ ഒരു പരീക്ഷണാർത്ഥം ചൗചൗ നട്ടാലോ എന്നൊരു തീരുമാനം. ഈ പരിസരത്തൊന്നും ആരും ഇതുവരെ ഈ കൃഷി ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ടും രണ്ടും കൽപ്പിച്ച് നാരായണേട്ടൻ ചൗചൗ കൃഷി തുടങ്ങി. ഏകദേശം 1 ഏക്കറിലാണ് ഇത് കൃഷി ചെയ്തതെന്നും വിത്ത് മുളച്ചാൽ 3 മാസത്തിനകം വിളവെടുക്കാമെന്നൊക്കെ നാരായണേട്ടൻ കൃത്യമായി പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സത്യത്തിൽ ഈ ചൗചൗ കൃഷി കാണാൻ ആദ്യമേ വന്നത് ഞാൻ മാത്രമായിരുന്നു. വീഡിയോ എല്ലാം എടുത്ത് തിരിച്ചു പോകും വഴിക്ക് തങ്കച്ചേച്ചി പറഞ്ഞു. തങ്കച്ചേച്ചി നമ്മുടെ നാരായണേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ. ചേച്ചി പറഞ്ഞു, ഒരു 2 ദിവസവും കൂടെ കഴിഞ്ഞാൽ ഞങ്ങളിത് വിളവെടുക്കുന്ന ദിവസമാവും. അപ്പം നിനക്ക് കുറച്ചും കൂടെ നല്ല രസമായിട്ട് വീഡിയോ എടുക്കാം. നീ കുട്ടികളെയും കൂട്ടിയിട്ട് വാന്ന്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് കുട്ടികളെ കൂട്ടി ഒരു 10-11:30 മണിയായി പോകുമ്പോഴേക്കും അവിടെ അവരെല്ലാവരും പറിച്ച് നല്ല ഭംഗിയായിട്ട് ചാക്കിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തങ്കച്ചേച്ചിയും നാരായണേട്ടനും അവരുടെ കുറച്ച് സഹായികളൊക്കെ ചൗചൗ പറിക്കുന്ന തിരക്കിലായിരുന്നു. കുട്ടികളാണെങ്കിൽ ഈ പന്തലിനുള്ളിലേക്ക് പോയപ്പോൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ഏതാ പറിക്കേണ്ടതെന്നുള്ള വെപ്രാളത്തിലായിരുന്നു. പക്ഷേ ഇവർ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ പറിച്ചിടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ മാറ്റി നിർത്തി. പക്ഷെ ചേച്ചി പറഞ്ഞു, പിള്ളേരല്ലേ, പറിക്കട്ടെ സുപ്രിയാന്ന്. അങ്ങനെ തങ്കച്ചേച്ചിയും അവരുടെ കൂടി ഏതാ പറിക്കേണ്ടതെന്നുള്ള ചെറിയൊരു വിവരണം കൊടുത്തു. പിന്നെ അവരും അതിൽ എക്സ്പേർട്ടായി എല്ലാവരും കൂടെ പറിച്ചിടാൻ തുടങ്ങി. ചൗചൗവിൻ്റെ തണ്ടിന് ഒട്ടും കട്ടിയില്ലാത്തതുകൊണ്ട് ചെറുതായി ഒന്ന് വലിച്ചാൽ തന്നെ പെട്ടെന്ന് പറിച്ചെടുക്കാം കേട്ടോ. ആഴ്ചകൾ തോറും വിളവെടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്കിത് പറിച്ച് ശീലമായിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർക്കാണ് ഏതാണ് പറിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. വിളവെടുപ്പ് ദിവസമായതുകൊണ്ട് തന്നെ നാരായണേട്ടനും നല്ല തിരക്കിലാണ്. വേഗം പറിച്ചെടുക്കണം, അതെല്ലാം ചാക്കിലാക്കണം. അവർ വരുമ്പോഴേക്കും ഈ പണികളെല്ലാം തീർക്കണം. അടുത്ത ദിവസം നാട്ടിലെ അമ്പലത്തിൽ മണ്ഡലപൂജയായിരുന്നു. അന്നദാനത്തിനായി വീട്ടിൽ വിളഞ്ഞ പച്ചക്കറികൾ എല്ലാവരും കൊണ്ടുവരാറുണ്ട്. അക്കൂട്ടത്തിലേക്ക് ചേച്ചിയുടെ ചൗചൗവും കൊണ്ടുപോകാനായിട്ട് എൻ്റെ കയ്യിലും കുറച്ച് തന്നുവിട്ടു. ചൗചൗ എന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചീമിക്കുമ്പളെന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, വേറൊരു പേരും കൂടി ഉണ്ട്. ചെറിയൊരു ചമ്മലുള്ളതുകൊണ്ട് ഞാൻ ആ പേര് ഇവിടെ പറയുന്നില്ല. എൻ്റെ നാട്ടുകാരും ആ പേര് ഇതിൽ കമൻറ്റ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു. ആഴ്ചകൾ തോറും 3 മുതൽ 5 ടൺ വരയ്ക്കും നമ്മൾക്കിത് വിളവെടുക്കാം. ഇതിൻ്റെ ആയുസ്, അതായത് ഒരു വള്ളിയുടെ ആയുസ് ഏകദേശം 1 വർഷം വരയ്ക്കാണ്. അടുത്ത വള്ളി ആദ്യത്തെ വള്ളിയുടെ ചുവട്ടിൽ നിന്ന് മുളച്ചു വരുന്നതാണെന്നും പറയുന്നുണ്ട്. ആഴ്ചകൾ തോറും 3 മുതൽ 5 ടൺ വരെ ചൗചൗ ഇവിടെ നിന്ന് വിളവെടുക്കാറുണ്ട്. തമിഴ്നാട്ടിലെ പച്ചക്കറി കടകളിൽ ഞാൻ ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. കൂട്ടായും പൊരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഭവങ്ങൾ ഈ ചൗചൗ കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ചൗചൗവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ, ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞാനും ഉണ്ടാക്കിയ ഒരു മെഴുക്ക് പുരട്ടി കുറച്ച് പരിപ്പും തേങ്ങയൊക്കെ ഇട്ടിട്ട് വീട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടമായി. അങ്ങനെ
ഈ വീഡിയോ എടുപ്പും വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെന്നൈയിലേക്ക് പോകുന്ന വഴി പിറ്റേ ദിവസം പിള്ളേരെ സ്കൂളിലേക്ക് വിടണമായിരുന്നു. അപ്പോൾ കുറച്ച് പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് പഴമുതിർ നിലയം, ഇവിടുത്തെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു പച്ചക്കറി കടയാണ്, അവിടെ ചെന്ന് പച്ചക്കറി വാങ്ങുന്നതിനിടയ്ക്കാണ് എൻ്റെ കണ്ണിലിത് ഉടക്കിയത്. ഒരുപാട് കഷ്ടപ്പെട്ട് ചൗചൗ കൃഷി ചെയ്ത് കിലോയ്ക്ക് 6 രൂപയ്ക്ക് വിൽക്കുന്ന നാരായണേട്ടൻ്റെ നിഷ്കളങ്കമായ ചിരിയാണ്